റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും. ഈ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബിന് എതിരെയുള്ള പ്രഖ്യാപനമാണ്. മഹാനവറുകൾ തന്റെ മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഫാത്തിമ അൻഖിരി നഫ്സകി മിനൻ നാർ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. ഫാത്തിമ, നിന്നെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല ഫാത്തിമ. നിന്റെ ശരീരം നീ തന്നെ രക്ഷപ്പെടുത്തണം, നീ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന നിന്റെ ആവശ്യം, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന നിന്റെ ആവശ്യം, അത് നേടിത്തരണമെങ്കിൽ നീ അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാന്റെ റസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. എന്നാൽ ഇവിടെ ജാരിയത്തു സ്വലാത്തിലൂടെ പറയുന്ന നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശനം, നരകമോചനം, ദുനിയാവിലെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് മുഴുവനും റസൂലിനെ കൊണ്ട് നിങ്ങൾക്ക് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇത് അള്ളാഹുവിന്റെ ഗുണമാണ്. ആവശ്യങ്ങൾ മുഴുവനും നേടിത്തരാൻ കഴിയുക എന്നുള്ള അള്ളാഹുവിന്റെ ഗുണമാണ്. എന്ത് പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി തരിക എന്നുള്ളത് അള്ളാഹുവിന്റെ ഗുണമാണ്. എന്ത് കെട്ടിക്കൊടുക്കുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തി തരിക എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. ആ സിഫത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആരോപിക്കപ്പെടുകയാണ് ഇവിടെ. ഏതുപോലെ നസാറാക്കളും യഹൂദികളും അവരുടെ പ്രവാചകന്മാർക്ക് ഇല്ലാത്ത ദൈവീകത അവർ ആരോപിച്ചതുപോലെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മക്കളെ ലാ തുതുറൂനി കമാ അൽറത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം. നസാറാക്കൾ ഈസ അലൈഹിസ്സലാമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് കേട്ടോ. എന്നാൽ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നസാറാക്കൾ പുകഴ്ത്തിയതിന്റെയും അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. വതുനാലു ബിർറഗായിബ്. നാരിയത്ത് സലാത്തിൽ പിന്നീട് പറയുന്നത് ഇതാണ്, വതുനാലു ബിർറഗായിബ്. മുഹമ്മദ് നബിയെ കൊണ്ട് എല്ലാ റഗായിബും, എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചെടുക്കാൻ കഴിയും. തുനാലുബി, മുഹമ്മദ് നബിയെ കൊണ്ട് നമുക്ക് എത്തിക്കാൻ കഴിയും അർറഗായിബ്, എല്ലാ ആഗ്രഹങ്ങളും. അവിടെയും കിതാബ് തിരിയുന്ന മുസ്ലിയാക്കന്മാരോട് ചോദിക്കട്ടെ, അൽ റഗായിബ് എന്നിടത്ത് അലിഫുലാമിന് എന്ത് അർത്ഥമാണ് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഇസ്തിഗ്റാഖിന്റെ അലിഫുലാം, അതായത് എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തുന്ന അലിഫുലാം അല്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ വല്ല കോപ്പുമുണ്ടോ എന്ന് സാന്ദർഭികമായി ചോദിക്കുകയാണ്. അതുപോലെ ഹുസ്നുൽ ഖവാത്തിം, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുഅ്മിനായി മരിക്കാൻ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അള്ളാന്റെ ഹബീബ് പറഞ്ഞ വാക്കിന് കടക വിരുദ്ധമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നമ്മോട് അള്ളാഹുവിലേക്ക് അടുക്കാനാ പറഞ്ഞത്. ഒരിക്കൽ സഹാബാക്കൾ ചോദിക്കുകയാണ്, മൻ അസ്അദുന്നാസി ബിശഫാഅതിക യാ റസൂലല്ലാഹ്. നബിയെ, നിങ്ങളുടെ ശുപാർശ കൊണ്ട് നാളെ പാരത്രിക ലോകത്ത് വിജയികളാകുന്നവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് നൽകിയ മറുപടി, അസ്അദുന്നാസി ബിശഫാഅതി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിഷ്കളങ്കമായ, നിഷ്കപടമായ മനസ്സോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ് നാളെ പാരത്രിക ലോകത്ത് എന്റെ ശഫാഅത്തിൽ ഉളുമക്ക് അർഹരാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നാൽ നാരിയത്ത് സലാത്തുകാരൻ പറയുന്നു, നിങ്ങൾക്ക് പരലോക മോക്ഷം വേണോ, ഈ ലോകത്ത് നിങ്ങൾക്ക് രക്ഷ വേണോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ മുഹമ്മദ് നബിയെ കൊണ്ട് നിങ്ങൾക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയും. മാത്രവുമല്ല വയുസ്തസ്കൽ വമാമു, മേഘങ്ങളോട്, അല്ലെ, എല്ലാ മേഘത്തോടും വെള്ളം തേടാം, മഴ തേടാം, അല്ലെ, റസൂലുള്ളാഹിയെ കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിങ്ങൾ മേഘത്തോട് മഴ തേടിക്കോ, മേഘമേ ഞങ്ങൾക്ക് വെള്ളം തരണമേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി, മേഘമേ ഞങ്ങൾ ഇതാ ചോദിക്കുന്നു, മേഘമേ ഞങ്ങൾക്ക് വെള്ളം തരൂ. ഇവിടെ മക്കത്തെ മുശ്രിക്കുകൾ ബിംബത്തിനെ ആരാധിച്ചു എങ്കിൽ
അതുപോലെ നാട്ടുകല്ലിലെ ശിർക്കിന്റെ ആളുകൾ ആ കല്ലിനെ ആരാധിക്കുന്നു. അതുപോലെ മമ്പുറം തങ്ങൾ കാണിച്ചു കൊടുത്ത മരത്തെ ആരാധിക്കുന്നു, അദ്ദേഹത്തിന്റെ പേരിൽ മരത്തെ ആരാധിക്കുന്നു പലയിടങ്ങളിലും. എന്നാൽ ആരിയത്ത് സലാത്തുകാരൻ ഇതാ നിങ്ങൾ വാനലോകത്തേക്ക് നോക്കിയിട്ട് മേഘത്തോട് നിങ്ങൾ ദുആ ചെയ്തോളൂ, ഓ മേഘമേ മുഹമ്മദ് നബിയെ കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം നൽകണം, മുഹമ്മദ് നബിയെ മുൻനിർത്തി ഞങ്ങൾ മേഘമേ നിന്നോട് ചോദിക്കുന്നു. അള്ളാനോട് പ്രാർത്ഥിക്കുന്നതിന് ബദൽ മേഘത്തോട് പ്രാർത്ഥിക്കാമെന്ന് നാരിയത്ത് സലാത്തിലൂടെ പഠിപ്പിക്കുന്നു. ഇതിലും വലിയ ശിർക്ക് ഇനി എവിടെന്ന് വേണം സഹോദരങ്ങളെ? എന്ത് പ്രയാസങ്ങളും ഞാൻ ആവർത്തിക്കുകയാണ്. തൻഹല്ലുബി അല്ലുഖദ്. എന്താണ് അല്ലുഖദിന്റെ അർത്ഥം? എല്ലാ കെട്ടിക്കൊടുക്കും മുഹമ്മദ് നബി തീർത്തു തരുമത്രേ. അതുപോലെ അൽ ഖുറബ്, എല്ലാ പ്രയാസങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറവടിയാക്കി തരുമത്രേ. അള്ളാന്റെ ഹബീബിനോട് മക്കയിലെ മുശ്രിക്കുകളുടെ ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയനായി മഹാനവറുകളും തന്റെ സഹാബാക്കളും വ്യത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബിലാലിനെയും അതുപോലെയുള്ള സഹാബാക്കളെയും ചുട്ടുപഴുത്ത മണൽത്തരികളിൽ മലർത്തി കിടത്തി ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ നിരവധി സഹാബാക്കളെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ 3 വർഷക്കാലത്തോളം അബീ താലിബിന്റെ മലഞ്ചെരുവിൽ ആടും പശുക്കളും തിന്നുന്നത് പോലെ പുല്ല് മാത്രം തിന്നുകൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട മഹാന്മാരായ സഹാബാക്കളും അവരുടെ കുടുംബങ്ങളും മക്കളും കിലോമീറ്ററുകൾക്ക് ദൂരേക്ക് കേൾക്കാമായിരുന്നു ആ പിഞ്ചോമന പൈതങ്ങൾ ആ മലഞ്ചെരുവിൽ കിടന്നുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി ആർത്തിരമ്പി അട്ടഹാസിച്ച് നിലവിളിക്കുന്ന നിലവിളി കിലോമീറ്ററുകൾ ദൂരെ കേൾക്കാമായിരുന്നു ശഅബ് അബീ താലിബിൽ. ആ സന്ദർഭത്തിലുള്ള ആ പ്രയാസം, അള്ളാഹുവിന്റെ ഹബീബിന്റെ മൂക്കിന് ചുവട്ടിൽ നടക്കുന്ന പ്രയാസം, റസൂലുള്ളാഹി സഹാബാക്കളോട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. ഒരു സഹാബി റസൂലിനോട് പറഞ്ഞു, നബിയേ, ഇത്രയും വലിയ അക്രമം നമുക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബല്ലേ, നിങ്ങൾ അള്ളാഹിനോടൊന്ന് പറയൂ, ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അവരോട് മറുപടി പറയുന്നില്ല. അതിന് പരിശുദ്ധ ഖുർആനാണ് മറുപടി പറയുന്നത്. നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് സംഭവിച്ചതുപോലെയുള്ള പ്രയാസമില്ലാതെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചുരുക്കി പറയട്ടെ, ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വേദനകളും റസൂലുള്ളാഹിയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും 3 ദിവസത്തോളം അവർ ഒളിച്ചിരിക്കുകയാണ്. ഉടുതുണിക്കും മറുതുണിയില്ലാതെ യാത്ര ചെയ്യുകയാണ്. വരണ്ട തൊണ്ടയുമായി, ഭക്ഷണമില്ല, വെള്ളമില്ല, 1000 പ്രയാസങ്ങളുമായി പോകുന്നു. ആ പ്രവാചകന്റെ സഹാബാക്കൾ ബദറിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വെട്ടും കുത്തുമേറ്റ് 14ഓളം സഹാബാക്കൾ അവിടെ പിടഞ്ഞു മരിക്കുകയാണ്. ഉഹദിൽ തന്റെ സഹാബാക്കൾ 70ഓളം സഹാബാക്കൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വിരിമാറ് കുത്തി പിളർത്തപ്പെട്ട് അദ്ദേഹത്തിന്റെ ശരീരം ഇഞ്ചിഞ്ചായി വെട്ടിമുറുക്കപ്പെടുന്ന ഭീകരമായ രംഗം. ഇതുപോലെ നിരവധി അനവധി ഭീകരമായ രംഗങ്ങൾ, വളരെ പ്രയാസകരമായ രംഗങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ സഹാബാക്കൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ നബിയെ പറ്റിയാണ് ഇവർ പറയുന്നത്. നബിയെ കൊണ്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉടനെ പരിഹരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ശത്രുക്കൾ വളഞ്ഞു കഴിഞ്ഞാൽ നബി സഹാബാക്കളെയും കൊണ്ട് ഒരൊറ്റ പാറലായിരിക്കും വാനലോകത്തേക്ക് എന്ന അർത്ഥത്തിലുള്ള പരാമർശങ്ങളാണ് ഈ നാരിയ സ്വലാത്തിലൂടെ വന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, പടച്ച തമ്പുരാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കൂ. ഇവിടെ നമുക്ക് ഇത് നമ്മളുടെ സ്വന്തം വകയായുള്ള വ്യാഖ്യാനങ്ങളല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുലില്ലാ, നബിയെ തങ്ങൾ പറയുക, അല്ലാഹു യുനജ്ജീകും മിൻഹാ, ഈ പ്രയാസങ്ങളിൽ നിന്ന്, കടലിലെയും കരയിലെയും പ്രയാസങ്ങളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് അല്ലാഹുവാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക. വമിൻ കുല്ലി കർബിൻ, എന്റെ മുസ്ലിയാക്കന്മാർ ഇത് കേൾക്കുന്നവർ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ ആലോചിക്കണം. അൽ ഖുറബി എന്ന് പറഞ്ഞ അലിഫ്ലാം കുല്ലുൽ ഖുറബി എന്ന അർത്ഥത്തിലല്ലേ മുസ്ലിയാക്കന്മാരെ? അലിഫ്ലാം ഇസ്തിഗ്റാഖിന്റെ അലിഫ്ലാം അല്ലേ? ആ കുല്ലുൽ ഖുറബി എന്ന അർത്ഥമാണ് അൽ ഖുറബിനുള്ളത്. അതിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. എന്നാൽ എന്റെയും നിങ്ങളുടെയും മലിക്കുൽ ജബ്ബാറായ അല്ലാഹു തആല പറയുന്നത്, ഖുലില്ലാഹു യുനജ്ജീകും മിന്നാ വമിൻ കുല്ലി കർബിൻ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ കെടുതികളിൽ നിന്നും പടച്ച തമ്പുരാനാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക.
അതല്ലാതെ മറ്റാർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. എന്നിട്ട് അല്ലാഹു പറയാ സുമ്മ അൻതും തുശ്രികൂൻ, പിന്നീട് നിങ്ങൾ ശിർക്ക് ചെയ്യുകയാണ്. ഈ നാരിയത്ത് സലാത്ത് വെട്ടണം, അത് തിരുത്തണം, അത് ഒഴിവാക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അള്ളയാണ് നിങ്ങളെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവൻ. എന്നാലോ സുമ്മ അൻതും തുശ്രികൂൻ, നിങ്ങളോ 4444 പ്രാവശ്യം അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنال به اللقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل معلوم لك എന്ന ഈ സലാത്തിലൂടെ സഹോദരങ്ങളെ നിങ്ങൾ 1000 പ്രാവശ്യം ശിർക്കിൽ ചെന്നുപെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ പ്രാവശ്യം ഒരു നാരിയത്ത് സലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ കോടാനുകോടി പ്രാവശ്യം നിങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താണ്? അത്രയും ശിർക്കൻ കാര്യമാണ് നിങ്ങൾ ഇതിലൂടെ ചോദിക്കുന്നത്. എല്ലാ ഔക്കതുകളും എല്ലാ കെട്ടുകളും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉള്ളിൽ അല്ലെങ്കിൽ പാരത്രീക ലോകത്ത് എന്തൊക്കെ കെട്ടിക്കൊടുക്കൽ അത് മുഴുവനും, അതുപോലെ തന്നെ എന്തെല്ലാം പ്രയാസങ്ങൾ അത് മുഴുവനും, എന്തെല്ലാം ആവശ്യങ്ങൾ അത് മുഴുവനും, എന്തെല്ലാം ആഗ്രഹങ്ങൾ അത് മുഴുവനും, അവസാനം നിങ്ങൾ മൂമിനായി മരിക്കുക പോലും അള്ളാന്റെ റസൂൽ മുഖേന നിങ്ങൾക്ക് സാധിക്കും എന്ന് പറയുന്ന ഈ രൂപത്തിലുള്ള ശിർക്ക് ഒരിക്കലും അനുവദിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇന്ന് ഈ കെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ നാരിയത്ത് സലാത്തിനെയും കടത്തിവെട്ടിയിട്ട് സൂറത്ത് ഫാത്തിഹയിലും അവർ മുഹിയുദ്ദീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നിടത്തേക്ക് യാ ശൈഖ് മുഹിയുദ്ദീൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നിടത്തേക്ക് അവർ തരം താണിരിക്കുന്നു. മാത്രമല്ല അവർക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത്? മുസ്തഫ ഫൈസിയുടെ പേനയിലൂടെ അവർ നമ്മളോട് പറഞ്ഞതാണ്, മക്കളെ ശാഫി മദ്ഹബ് നിങ്ങൾക്ക് പലിശയിൽ ഇളവ് നൽകിയിരിക്കുന്നു, പലിശ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. മാത്രമല്ല നമ്മളൊക്കെ പല ആളുകളും കാന്തപുരം ക്യാഷിന്റെ ആളാണെന്ന് പറയാറുണ്ട്. അല്ല സഹോദരങ്ങളെ, കാന്തപുരത്തിനേക്കാൾ കാശിന്റെ ആർത്തിയുള്ളവർ ഇവരാണ്. നിങ്ങൾക്ക് ലോക ചരിത്രത്തിൽ ഒരു സംഭവം അറിയുമോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാരുടെ കാലഘട്ടങ്ങളിൽ, ഏതെങ്കിലും ഭരണാധികാരികളുടെ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ സ്വർണം കള്ളക്കടത്ത് നടത്തിയതായ കഥ നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഈ കെ വിഭാഗത്തിന്റെ വളരെ പ്രധാനമർഹിക്കുന്ന ഒരു കലാലയത്തിന്റെ ഒരു കോളേജിന്റെ പ്രിൻസിപ്പലാണ് കേരളത്തിലേക്ക് പരിശുദ്ധ ഖുർആനിലൂടെ അതുപോലെ പ്രവാചകന്റെ ഹദീസിലൂടെയുള്ള ചർച്ച നടക്കുന്ന ഗ്രന്ഥങ്ങളിൽ 300-ൽ പരം പവൻ സ്വർണം കള്ളക്കടത്ത് നടത്തി കൈയോടെ ഗവൺമെന്റ് പിടികൂടിയ കഥകൾ നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ചു, ഇവർക്ക് എന്ത് ദീനാണ്, ദീനിനോട് എന്ത് ബഹുമാനമാണ് ഇവർക്കുള്ളത്, ഖുർആനിനോടും ഹദീസിനോടും എന്ത് ബഹുമാനമാണുള്ളത്. എ പി വിഭാഗത്തെ പോലും കടത്തിവെട്ടുന്ന രൂപത്തിലുള്ള ക്രൂരത സമ്പത്തിന് വേണ്ടി നടത്തുന്നവരാണിവർ. അള്ളാന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം വിൽപ്പന നടത്തി 25,000-ന് വിൽപ്പന നടത്തിയിട്ട് കാന്തപുരത്തിന്റെ അടുക്കൽ സനതുണ്ടോ എന്ന് ചോദിക്കുന്നവരാണിവർ. അതുപോലെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് കടകവിരുദ്ധമായി ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ കെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇല്ല, സമൂഹം അപ്പുതരില്ല. നാരിയത്ത് സലാത്തിനേക്കാൾ അപകടമായി പരിശുദ്ധ നമസ്കാരത്തിൽ ഫാത്തിഹയിലും അവർ മുഹിയുദ്ദീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നാരിയ സലാത്തിന്റെ കഥ 100% അത് ശിർക്കാണ്. നാരിയ സലാത്തിന്റെ അവസ്ഥ എന്താണ്? ബിംബത്തിന് സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നാരിയത്ത് സലാത്തോ അത് തന്നെയാണ് അർത്ഥം. ബിംബത്തിന് സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ നാരിയത്ത് സലാത്തും പറ്റും, ഇല്ലെങ്കിൽ നാരിയത്തും സലാത്തും പറ്റില്ല എന്നാണ് എന്റെ സഹോദരങ്ങളോട് വിനയത്തിന്റെ ഭാഷയിൽ എനിക്ക് ഉണർത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചർച്ചയിൽ നമ്മുടെ ആദരണീയനായ പണ്ഡിതൻ ഫൈസൽ മുസ്ലിയാരും അതുപോലെ തന്നെ നമ്മുടെ അബ്ദുള്ള ഉസ്താദ് അതുപോലെയുള്ള നമ്മുടെ നിരവധി പണ്ഡിതന്മാർ UK ഉസ്താദൊക്കെ ഈ ചർച്ചയിൽ സജീവമായി ഉണ്ടാകും. എന്റെ സഹോദരങ്ങൾ ചോദ്യകർത്താക്കൾ, അവർക്ക് മൈക്കിലേക്ക് വരാനുള്ള അവസരമാണ്. ആളുകൾ വിഷയസമ്പത്തിയായി ഈ വിഷയവുമായി സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താണ്? ലബ്ബാദാരിമി ഇതിനെ സംബന്ധിച്ച് ശിർക്കില്ല എന്ന പരാമർശം നടത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ലബ്ബാദാരിമി ഈ പ്രയോഗം നടത്തിയപ്പോ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. അദ്ദേഹത്തോട് നമ്മുടെ പ്രവർത്തകർ ചോദിച്ചു, എങ്കിൽ മുജാഹിദ് പണ്ഡിതന്മാരുമായി ഈ വിഷയത്തിൽ ഒരു സംസാരം, ഒരു സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല. കഴിഞ്ഞില്ലേ? എനിക്ക് സാധ്യമല്ല. അത്രയേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ചത് കാരണം 3 വർഷം മുമ്പാണ് ലബ്ബാദാരിമിയുമായി ഈ ജിസാൻ മാഹി ആ ഫോൺ കോൾ നടത്തിയത്. നിങ്ങളുടെ സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. 3 വർഷം മുമ്പ് ഈ ജിസാൻ മാഹി അന്ന് ഈ ഫോൺ വിളിച്ചിട്ട് അത് സൂക്ഷിച്ചു വെച്ചു. നമുക്ക് അവസരം വരും, അന്ന് ഉപയോഗിക്കാം. 3 വർഷം മുമ്പ് ഇത് അദ്ദേഹം പുറത്തുവിട്ടില്ല, അദ്ദേഹത്തിന്റെ കൂട്ടുകാരും പുറത്തുവിട്ടില്ല. ഇപ്പോൾ ഒരു അവസരമായിരിക്കുമെന്ന് അവർ പരിശോധിച്ചു നോക്കുകയാണ്. പക്ഷേ പടച്ച തമ്പുരാനാണല്ലോ ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകരും. പടച്ച തമ്പുരാൻ ജിഷാനെയും പൊന്മളനെയും അതുപോലെയുള്ള ആളുകളെയൊക്കെ ശരിക്കും കൈകാര്യം ചെയ്തു. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് ഈ പ്രസ്ഥാനത്തെ തൊട്ടാൽ ഗുരുത്തകരെത്തും, സംശയമൊന്നുമില്ല. ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരെങ്കിലും കുതിര കയറി ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരെങ്കിലും ആവശ്യമില്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ അത് കൈ കൊള്ളുന്ന പരിപാടിയായിരിക്കും. ജിസാൻ ഔട്ട്. നാരിയത്ത് സലാത്തിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ കുതിര കയറാൻ വന്ന ജിസാൻ കാന്തപുരം സമത്തയിൽ നിന്ന് ഔട്ട്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആകാശത്ത് പൊട്ടി ശൈത്താന്മാരുണ്ടാവും. ശൈത്താന്മാര് മലക്കുകളുടെ സംസാരം കത്ത് കേൾക്കാൻ വേണ്ടി പോകുമ്പോ അവിടുന്ന് തീജ്വാലകൾ കൊണ്ട് എറിയപ്പെടുന്നായിരുന്നു. അങ്ങനെ ഏറ് കിട്ടിയിട്ട് അവിടുന്ന് കീപ്പെട്ട് വീഴുന്നായിരുന്നു. അവരാണ് പൊട്ടി ശൈത്താൻ എന്ന് പറയാം. എങ്ങോട്ടൊന്നും ഇല്ല നടക്കുന്ന. ഇപ്പൊ പൊട്ടി ശൈത്താനെ പോലെ ജിസാനുള്ള സാഹചര്യമുണ്ടായത് ഈ തൗഹീദിന്റെ പണ്ഡിതന്മാർക്കെതിരെയുള്ള ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അന്ന് ഈ മുടിയുടെ പ്രശ്നവുമായി വന്നപ്പോ നമ്മളൊക്കെ അതിന് മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞപ്പോ സനത് എവിടെയെന്നാണ് നമ്മൾ ചോദിച്ചത്. അന്ന് നമ്മൾ സനത് ചോദിച്ചപ്പോ നമ്മളെപ്പറ്റി ഇവരുടെ നേതാക്കന്മാര് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളോട് വഹാബികൾ സനത് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ വാപ്പയാണെന്നുള്ളതിന് വല്ല സനതുണ്ടോ ചോദിക്കണം. വാപ്പാന്ന് ഞാനൊന്ന് മയപ്പെടുത്തി പറഞ്ഞതാ. അവര് തന്താനാ പറഞ്ഞത്. മുസ്ലിലേ മുസ്ലിയാര് എന്റെ വാപ്പയാണെന്നുള്ളതിന് എന്താ തെളിവ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർ അന്ന് ചോദിച്ച ചോദ്യം, നമ്മൾ സനതുണ്ടോന്ന് ചോദിച്ചപ്പോ തന്തക്ക് വിളിച്ചു. അവർ നമ്മളെ ചോദിക്കുന്ന വഹാബിയോട് ചോദിക്കണം, നിന്റെ തന്തയാണെന്നുള്ളതിന് ഇസ്സുദ്ദീൻ സഖാഫിയ മുഖാമുഖത്തിലാ ചോദിക്കുന്നത്. അതിലുള്ള തെളിവ് എന്താണ്? അപ്പൊ എന്താ തെളിവ്? ഉമ്മ പറഞ്ഞതല്ലേ. അതുപോലെ തന്നെ ഈ മുടിന്റെ സനത് ഞങ്ങൾക്ക് കാന്തപുരം മുസ്താദ് പറഞ്ഞാൽ അത് തെളിവാണ്. ആലോചിച്ച് നോക്കണം. അന്ന് നമ്മളോട് പറഞ്ഞതാണ് ഇതൊക്കെ, നമ്മൾ സഹിച്ചതാണ് ഇതൊക്കെ. സഹോദരങ്ങളെ, പറയൂ നിങ്ങൾ, ഈ മുടിക്ക് സനത് ചോദിക്കുന്ന പൊന്മളക്ക് തന്തയുണ്ടോ? നമ്മുടെ സഖാഫിയുടെ ഭാഷയിൽ ഈ മുടിക്ക് സനത് ചോദിക്കുന്ന ജിസാൻ മാഹിക്ക് വാപ്പയുണ്ടോ? ഈ മുടിക്ക് സനദിൽ എന്ന് പറയുന്ന സാലി സഖാഫിക്ക് വാപ്പയുണ്ടോ? ഈ മുടിക്ക് സനദിൽ എന്ന് പറയുന്ന ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന് വാപ്പയുണ്ടോ? അതുപോലെ ഒരുപാട് ആളുകൾ ഇല്ലെന്ന് ഉസ്താദ് അശ്വരി പോലും ഇല്ലെന്ന് പറയുന്നു. മൂപ്പർക്കുണ്ടോ? ഇവർ മറുപടി പറയേണ്ടതാ. നിങ്ങൾ ആലോചിക്കണം. അന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുടെ നെഞ്ചത്ത് കയറി ചവിട്ടുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. നമ്മുടെ പ്രവർത്തകർ വളരെ വിനയത്തോടെ ചോദിച്ചു, സുഹൃത്തുക്കളെ, ഈ മുടി റസൂലുള്ളാന്റെ മുടിയാണെങ്കിൽ ഇത് ഒരുപാടുണ്ടല്ലോ. അപ്പൊ എന്താ പറഞ്ഞത്? ഇത് പിളരും കുട്ടികളെ, ഇത് ഒരുപാട് നീളമുണ്ടല്ലോ. റസൂലിന്റെ മുടി ഇത്ര നീളമല്ലല്ലോ. ആ നബിന്റെ മുടി വളരും കുട്ടികളെ. ഇത് മൈലാഞ്ചിട്ടതുപോലെയാണല്ലോ. അപ്പൊ വളരുമ്പോ വളരുന്ന സ്ഥലത്ത് മൈലാഞ്ചി ഉണ്ടാവൂലല്ലോ. അപ്പൊ എന്താ മറുപടി? മുടിക്ക് വളരാമെങ്കിൽ മൈലാഞ്ചിക്കും വളർന്നൂടെ? അല്ലേ? ഇതൊക്കെ മറുപടി കേട്ടിരിക്കുക നമ്മൾ. ഈ രൂപത്തിൽ എന്താ ചെയ്തത്? സാലി സഖാഫിയെ ടീമിനെയും ഉപയോഗപ്പെടുത്തി കാന്തപുരം ഖാദിരി ത്വരീഖത്തിന്റെ ഇജാസത്ത് കൊടുക്കാൻ വേണ്ടി ഉത്തരേന്ത്യക്കാർ വരുമ്പോ അവർക്ക് നൽകുന്ന സിൽസിലുണ്ട്. ആ സിൽസില നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഈ മുടിന്റെ സനതാക്കിക്കോളൂ. ആ സിൽസില നിങ്ങൾ മുടിന്റെ സനതാക്കി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞങ്ങള്.
ഈ രൂപത്തിലുള്ള കളി നടത്തിയ ആളുകൾ അവരിപ്പോ തമ്മിലടിക്കുന്നു, അവർക്കിപ്പോ അഡ്രസ് ഇല്ലാതായിരിക്കുന്നു. സാന്ദർഭികമായി അത് ഉണർത്തുകയാണ്. മാത്രമല്ല, ഇപ്പൊ ജാലിയൻവാല അദ്ദേഹത്തിൽ നിന്ന് അമ്പലക്കടവും ടീമും സ്വല്പം മുടിയുണ്ടെന്ന് നോക്കിയിരുന്നു. അപ്പൊ ജാലിയൻവാലനെ തിരിപ്പ് കയറ്റി കെ വിഭാഗക്കാർക്കെതിരെ കേസ് കൊടുപ്പിച്ച് ആ മുടി മേടിച്ചു. അതാ ജാലിയൻവാലിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് അമ്പലക്കടവിന്റെ ടീമിന്റെ കയ്യിൽ നിന്ന് മുടി തിരിച്ചു മേടിച്ച് നൗഷാദ് ഹസനെയും കൂട്ടരും എന്ത് ചെയ്തു, അത് ആഘോഷിച്ചു, ഘോഷയാത്ര നടത്തി. അതിന്റെ പേരിൽ നടത്തിയപ്പോയോ പിന്നീടുണ്ടായ സംഭവം എന്താ? നൗഷാദ് ഹസനിക്കും ടീമിനും അമ്പലക്കടവും ടീമും കൊടുത്തത് ആരുടെ മുടിയാണെന്നറിയോ? കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിലെ ജോലിക്കാരിയായ അമ്മുവിന്റെ മുടിയാണ് പോൽ. ഇന്നാലില്ലാഹി വ ഇന്നാ റാജിഊൻ. നഊദുബില്ലാ. ഞങ്ങളൊക്കെ പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്, ഈക്കക്കാരുടെ വിശ്വാസപ്രകാരം. അല്ലേ? ഈക്കക്കാർക്ക് പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല. പക്ഷേ ഇസ്ലാമിക് സെന്ററിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, അവിടുത്തെ ജോലി ചെയ്യുന്ന ആള് അമ്മു ആണ്. ആ അമ്മുവിന്റെ മുടിയാണ് ഇത്ര അവർ തിരിച്ചു കൊടുത്തത്. അമ്മുവിന്റെ മുടി തലേന്ന് വെട്ടിയെടുത്തത് ആരാണെന്ന് അല്ലാഹു ആലം. ഏതായിരുന്നാലും അവിടേക്കൊന്നും ഞങ്ങൾ കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. സാന്ദർഭികമായി മരുന്നിന് മാത്രം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ലബ്ബാദാരിമിയുടെ 3 കൊല്ലം മുമ്പത്തെ ക്ലിപ്പിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തെയും ഈ ആദർശത്തെയും തകർക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അവിടെ വെച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമും ഇതിന്റെ പ്രവർത്തകന്മാരും ഇതിന്റെ ചെയർമാനും അദ്ദേഹത്തിന്റെ പിന്നിലുള്ള അഡ്മിന്മാരും അതുപോലെ കേരളത്തിൽ ജാമിയ ഹിന്ദിന് നേതൃത്വം നൽകുന്ന കരുവള്ളി മുഹമ്മദ് മൗലവിയും പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മൗലവിയും ഫൈസൽ മുസ്ലിയാരും അതുപോലെ സയ്യിദ് ഷാക്കിറും സി പി സലീമും അതുപോലെയുള്ള യുവാക്കളും പണ്ഡിതന്മാരും അണിനിരന്ന് നടക്കുന്ന കേരളത്തിലെയും ഗൾഫ് നാടുകളിലെയും ഈ പടയണിയുണ്ടല്ലോ, ഈ പടയണിയുടെ അകത്ത് നാരിയത്ത് സലാത്ത് ശിർക്കില്ല എന്ന് പറയാൻ ഒരു ദ്വാരവും ഒരു മംഫതും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറ്റോ? എങ്കിൽ നാരിയത്ത് സലാത്ത് ചെല്ലാം. ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് നാരിയത്ത് സലാത്ത് എന്നതിൽ ഞങ്ങൾക്കാർക്കും ഒരു തർക്കവുമില്ല. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. മുകളിൽ റൈസാൻ ചെയ്തിരിക്കുന്ന ആള് മൈക്കിലേക്ക് ഒന്നുള്ളൂ മൈക്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത ആൾ മൈക്കിലേക്ക്. CA ഗഫൂർ മൈക്കിലേക്ക് വരാം. മറ്റത് ഉസ്താദുമാരാണ്. CA ഗഫൂർ, കൊച്ചു നൗഷാദ്, SDJ PPS ഇവർക്കൊക്കെ മൈക്കിലേക്ക് വരാം. റഫീഖ് KC മൈക്ക് വർക്കിംഗ്. എന്തെങ്കിലും കേട്ടിരുന്നോ? ഓക്കെ. അടുത്ത ആള് ന്യൂമാൻ 3553 മൈക്കിലേക്ക് വരാം.
അതോടൊപ്പം ഈ മുജാഹിദുകൾക്ക് സലാത്തില്ല, സലാത്തിന്റെ ആളുകൾ ഞങ്ങളാണെന്നാണ് EK വിഭാഗം കാര്യമായും ജനങ്ങളുടെ ഇടയിൽ ദുഷ്പ്രചരണം നടത്താറുള്ളത്. EK വിഭാഗവും AP വിഭാഗവും ഒക്കെ അതിൽ സമമാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധ ഖുർആനും ഞങ്ങളെ പഠിപ്പിച്ചത് എന്താണോ സലാത്തിന്റെ കാര്യത്തിൽ, അത് ഞങ്ങൾ ഖുർആനും ഹദീസും പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നബിയുടെ പേരിൽ നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോളൂ. ഞങ്ങൾ സലാത്ത് ചൊല്ലുന്നു. അല്ലാഹു പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഞങ്ങൾ സലാത്ത് ചൊല്ലുന്നു. അതുപോലെ എപ്പോഴൊക്കെയാണ് ഞങ്ങൾ സലാത്ത് ചെല്ലാറുള്ളത്? സലാത്ത് ചെല്ലാറുള്ളത് 4444 അവിടെ ഒരു പ്രശ്നം, ഇവിടെ ഒരു പ്രശ്നം. അത് എന്താണ്, കള്ളക്കടത്തുകാരനെ കള്ളക്കടത്ത് പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി, മറ്റേ കച്ചവടം സ്പിരിറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്പിരിറ്റ് കച്ചവടം നടക്കുമ്പോ അത് പിടിക്കാതിരിക്കാൻ വേണ്ടി നാരിയത്ത് സലാത്ത് ഞങ്ങൾ ചെല്ലാറില്ല. ഒരു സലാത്തും ചെല്ലൂല സ്പിരിറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി. കേട്ടിട്ടുണ്ടാവുങ്ങള് കേരളത്തിൽ ഒരിക്കൽ സ്പിരിറ്റ് വേട്ട നടന്നപ്പോ ചില ആളുകളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ചില ആളുകൾ നാട് വിട്ട് വിദേശത്തേക്ക് അജാതി പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ സലാത്തിലുള്ള സ്ഥലം അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സ്ഥലത്തൊക്കെ ഞങ്ങൾ സലാത്തില്ലും. ഒന്ന്, ഇതാ സമയത്തും റസൂലുള്ളാഹി പറഞ്ഞു, ബാങ്ക് കഴിഞ്ഞതിന് ശേഷം സലാത്ത് എല്ലാ റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഞങ്ങൾ സലാത്ത് ചെല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ. അതുപോലെ തന്നെ നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ റസൂലുള്ളാഹിയുടെ പേരിൽ സലാത്ത് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ചെല്ലും. അവിടെ മയ്യത്ത് നമസ്കാരത്തിലെ രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഞങ്ങൾ ചെല്ലും സലാത്ത്. അതുപോലെ എവിടെയെല്ലാം റസൂലുള്ളാഹി സലാത്ത് ചെല്ലൽ സുന്നത്തുന്നത് പഠിപ്പിച്ചോ അവിടെയൊക്കെ ഞങ്ങൾ സലാത്ത് ചെല്ലും. ഇവർ പറയുന്നത് പോലെയുള്ള ഒരു സലാത്തിന്റെ പരിപാടി കച്ചവടം ഞങ്ങൾക്കില്ല എന്നാണ് സാന്ദർഭികമായി എന്റെ സഹോദരങ്ങളോട് ഉണർത്താനുള്ളത്. സലാത്തിനെ എത്രയും വർദ്ധിപ്പിക്കാം, അതിൽ എണ്ണമില്ലാതെ ചെല്ലാം, ഒരു തർക്കമില്ല. 4444 എന്ന ഒരു എണ്ണം ഉണ്ടാക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ഇസ്ലാമിൽ പുതിയ നിയമം കൊണ്ടുവരികയോ ഇനി കൊണ്ടുവന്നാൽ തന്നെ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ തന്നെ അതിന്റെ കൂടെ അത് ശിർക്കിൽ മുക്കി കഴിക്കാൻ, അല്ലേ, അത് ശിർക്കിൽ മുക്കി ഉപയോഗിക്കുക. അതാണ് നാരിയത്ത് സലാത്തിലൂടെ ഉള്ളത്. നമ്മൾ പഠിച്ച സലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അതും അതുപോലെ ഹദീസുകളിൽ സഹിയായി വന്ന സലാത്തുകൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെല്ലും. അത് ഞങ്ങളുടെ സൗകര്യത്തിന്. അത് 4 ആളെ കൂട്ടിയിട്ട് മൈക്കെടുത്തിട്ട് തസ്ബീഹിന്റെ യന്ത്രം ഇട്ടിട്ട് മൈക്കിൽ ഞങ്ങൾ ചെല്ലി ആളുകളെ ബോധിപ്പിക്കൂല. ഞങ്ങളിത് ബോധ്യപ്പെടുത്തുന്ന ആരുടെ അടുക്കലാറിയോ? അള്ളാന്റെ അടുക്കല ഞങ്ങളിത് ബോധ്യപ്പെടുത്തുക. കാരണം ഞങ്ങളെ സലാത്തിന് 150 രൂപ ഞങ്ങൾ ഫീസ് ചോദിക്കൂല ആരോടും. അങ്ങനെ ഫീസ് ചോദിക്കുമ്പോഴാണ്, ഫീസ് മേടിക്കുമ്പോഴാണ് ഈ കൊടുക്കണവന് ഇവൻ സലാത്ത് ചെല്ലുന്നുണ്ടോ എന്ന് അറിയേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മളെ വീട്ടിൽ ഒരാളെ പെയിന്റ് അടിക്കാൻ പണിക്ക് വിളിച്ചാല് അവൻ പെയിന്റ് അടിക്കുന്നത് മറ്റവന് കാണണം എന്നെങ്കിൽ അതിന്റെ കാശ് കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് സലാത്തുകൾക്കും ഖുർആനോത്തിനും ദിക്റിനും എല്ലാം കാശിന്റെ കച്ചവടമാണ്. ഞങ്ങളുടെ അടുക്കല് ദീൻ കൊണ്ടുള്ള കച്ചവടമില്ല. ഞങ്ങളുടെ അടുക്കൽ ദീൻ കൊണ്ട് ഇബാദത്തെടുത്ത് ഹൃദയം ശുദ്ധിയാക്കി കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തി വിശ്വാസം നല്ല രൂപത്തിലാക്കി അള്ളാഹുവിന്റെ പാരത്രിക ലോകത്തേക്ക് ചെല്ലലാണ്. അതല്ലാതെ ഞങ്ങൾക്കിവിടെ സലാത്തിന്റെ കച്ചവടം ഇവിടെ ഉണ്ടാവൂല, ദിക്റിന്റെ കച്ചവടം ഉണ്ടാവൂല, ദിക്ർ ഹൽക്കന്റെ കച്ചവടം ഉണ്ടാവില്ല. ഞങ്ങൾക്കുള്ളത് വെറും സുന്നത്തിന്റെ പ്രബോധനം, അത് പ്രാവർത്തികമാക്കുക. വിദേഹത്തിനെതിരെയുള്ള ശിർക്കിന് എതിരെയുള്ള തൗഹീദിന് വേണ്ടിയുള്ള സുന്നത്തിന് വേണ്ടിയുള്ള പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും മാത്രമായിരിക്കും ഞങ്ങളിൽ നിന്ന് കാണാൻ കഴിയുക. കണ്ടല്ലോ നിങ്ങൾ മംഗലാപുരത്ത് ജിന്നും ചീറും എല്ലാം കൊണ്ടുവന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ എന്ത് സംഭവിച്ചു പോയി എന്ന് നമുക്കറിയാം. നമ്മുടെ കാരണവന്മാര് പറയാറുള്ളത് പോലെ പാറയിൽ ആവശ്യം തീർത്ത പൂച്ചയെ പോലെയായി പോയി. ഒന്നും ചെയ്യാൻ കഴിയാതെ നിരായുധരായി മടങ്ങുന്ന രംഗം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ഏതായിരുന്നാലും ഞങ്ങൾ സ്വലാത്ത് ചെല്ലുന്നവരാണ്. റസൂലുള്ള പറഞ്ഞതുപോലെ ചെല്ലും.
എവിടെയൊക്കെ സലാത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം ചെല്ലും. മാത്രമല്ല ഏതെല്ലാം സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ ചെല്ലും. എത്ര വട്ടം ചെല്ലും നബി പഠിപ്പിച്ച അത്രയും ചെല്ലും. മാത്രമല്ല ആ സമയങ്ങളല്ലാത്ത സന്ദർഭത്തിൽ ഖുർആനിലും ഹദീസിലും പറഞ്ഞതുപോലെ സലാത്തിനെ ഞങ്ങൾ ഇഷ്ടം പോലെ വർദ്ധിപ്പിക്കും. അത് ഞങ്ങൾ കണക്കാക്കി വെച്ച് കടലാസിൽ എഴുതി വെക്കൂല. കാരണം എന്താ അറിയോ, ഞങ്ങളുടെ റഹ്മാനായ റബ്ബിന് ഞങ്ങൾ എത്ര സലാത്ത് ചെല്ലുന്നുണ്ട് എന്നതിന്റെ എണ്ണം പടച്ച തമ്പുരാൻ ഒരിക്കലും തെറ്റില്ല. ഞങ്ങളുടെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ കോടാനകോടി പ്രാവശ്യം സലാത്ത് ചെല്ലിയാലും ഞങ്ങളുടെ കരുണാവാരിധിയായ റഹ്മാനും റഹീമുമായ റബ്ബ് ഞങ്ങളുടെ സലാത്തിന്റെ എണ്ണം അവൻ തെറ്റിക്കില്ല. ആ സലാത്തുകളുടെ എണ്ണത്തിൽ യാതൊരു കുറവും വരാതെ അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് നൽകുക തന്നെ ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്കതിന്റെ കണക്ക് വെക്കേണ്ടതില്ല. അതേ സ്ഥാനത്ത് അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അവർക്ക് കണക്ക് വെക്കേണ്ടി വരും. നാളെ പരലോകത്ത് നിന്നിട്ട് അള്ളാനെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ഒരാൾ പ്രസംഗിച്ചത് നമ്മൾ കേട്ടില്ലേ, ഇനി അള്ള എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശൈഖുനാനോടൊന്ന് ചോദിക്കാതെ ഒന്നും ചെയ്യൂലാൻ. അത്തരം ആളുകൾക്ക് കണക്ക് പിടിക്കേണ്ടി വരും, അവർ കണക്ക് വെക്കേണ്ടി വരും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇബാദത്തുകളുടെ കണക്ക് ഞങ്ങളുടെ റബ്ബിന്റെ കയ്യിലുണ്ടാകും. അതേ സ്ഥാനത്ത് ഞങ്ങൾ ചെയ്യുന്ന തിന്മകൾ, ആ തിന്മകൾ ഞങ്ങളുടെ കയ്യിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് കാണാം, ഞങ്ങളുടെ കയ്യിൽ ഒരു യന്ത്രം ഉണ്ടാകും. നിങ്ങൾ തസ്ബീഹ് എല്ലാം വേണ്ടി ഒരു യന്ത്രം വെച്ചിട്ടില്ലേ? പണ്ട് നമ്മുടെ സക്കരിയാസലായി പറയാറുള്ളത് പോലെ ജപ്പാൻകാർ കപ്പലിക്ക് ചാക്കേറ്റാൻ വേണ്ടി എണ്ണം പിടിക്കാൻ വെച്ച യന്ത്രം എന്ന് പറയുന്നുണ്ടല്ലോ, എന്നതുപോലെ യന്ത്രം ഉണ്ടല്ലോ. അങ്ങനത്തെ യന്ത്രം ഞങ്ങൾ കൈ പിടിക്കും. തസ്ബീഹിന്റെ മാല ഞങ്ങൾ കൈപ്പിടിക്കും. എപ്പോന്നറിയോ, ഞങ്ങൾ എണ്ണമില്ലാതെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റുകളുടെ എണ്ണം ഞങ്ങൾ പിടിക്കേണ്ടതുണ്ട്. ഞങ്ങൾ നിരന്തരം കളവ് പറയുകയാണെങ്കിൽ, നിരന്തരം തോന്നിവാസം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കൊരു മാല കാണാൻ കഴിയും. കാരണം എന്തിന് എന്നറിയാമോ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും കൃത്യമായി പടച്ച തമ്പുരാന്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്ത് ഒരിക്കലും ഇനത് ചെയ്യില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് ഓരോ തെറ്റിൽ നിന്നും തൗബ ചെയ്തില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് സഹിക്കാനാവാത്ത താങ്ങാനാവാത്ത പ്രയാസം പരലോകത്തുണ്ടാകും. അതിനെ ഭയപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഒരു സംശയവുമില്ല തസ്ബീഹിന്റെ യന്ത്രം ഞങ്ങൾ കയ്യിൽ പിടിക്കും. ഞങ്ങൾ തെറ്റ് വർദ്ധിപ്പിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, ഇത്തരം ക്ലാസുകളുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലികൾക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം തെറ്റിൽ നിന്ന് മുക്തമായ സുന്ദരമായ ഒരു ജീവിതം കാഴ്ചവെക്കാനുള്ള അവസരമുണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു യന്ത്രത്തിന്റെ ആവശ്യം ഇപ്പോൾ ഞങ്ങൾക്കില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമുള്ളത്, അതായത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഈ മൗലൂദ്, നാരിയ സ്വലാത്ത് പോലെയുള്ള സംഗതികൾ അതിന്റെ അർത്ഥം അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ് എന്ന വിശ്വാസത്തോടു കൂടി അത് ചൊല്ലുന്നു, അല്ലെങ്കിൽ അതൊക്കെ പാടുന്നു, ഓതുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ആ വ്യക്തിക്ക് ഒരിക്കലും അത് ഒരു ഷിർക്കാണ്, അല്ലെങ്കിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം ചോദിക്കുകയാണ് എന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു ചിന്ത പോലും അദ്ദേഹത്തിന് മനസ്സിലില്ല. അങ്ങനെ ഒരാൾ ഇത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ബഹുഭൂരിപക്ഷം ആളുകളും ഇത് ചെയ്തത് ഇങ്ങനെയാണ് എന്നതാണ് സത്യം. അങ്ങനെയുള്ള ആളുകൾ ഇത് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തൗബ ചെയ്യേണ്ടതുണ്ടോ, അള്ളാഹുവിലേക്ക് കേൾച്ച് മടങ്ങേണ്ടതുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത് റുഫിയ മിൻ ഉമ്മത്തി അൽ ഖത്ഉ വൻ നിസ്യാൻ എന്നാണ്. പിഴവ് കാരണമായി, മറവി കാരണമായി നിങ്ങളിൽ നിന്ന് വരുന്ന തെറ്റുകളെ അതിന്റെ ശിക്ഷ അള്ളാഹു ഒഴിവാക്കുമെന്നാണ്. അപ്പൊ നമ്മിൽ വിവരക്കേട് കാരണം എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു, പിന്നീട് നമുക്ക് കാര്യം ബോധ്യമായി, എന്നാൽ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ തെറ്റിൻക്ക് അറിയാത്തതുകൊണ്ട് ചെയ്താൽ അതുകൊണ്ട് എനിക്ക് ആനുകൂല്യം ഉണ്ടതുകൊണ്ട് ഞാൻ പൊറുക്കല്ല തീർന്നില്ല എന്ന് പറയാൻ പാടില്ല. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഹബീബ് പാപമുക്തനാണ്, മഅസൂമാണ്. ഒരു ദിവസം 100 പ്രാവശ്യം, മറ്റു റിപ്പോർട്ടുകളിൽ 70 പ്രാവശ്യം റസൂലുള്ള ഇസ്തിഗ്ഫാർ നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു തെറ്റും കൂടെ ചെയ്താൽ പിന്നെ കഥ പറയേണ്ടതില്ലല്ലോ, നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ടവരാണ്. ഇത്തരം ശിർക്കുകൾ നമ്മിൽ നിന്ന് നമ്മൾ അറിയാതെ സംഭവിച്ചാൽ
അതിന് അള്ളാഹ് അറിഞ്ഞതിന് ശേഷം നമ്മൾ തിരുത്തുകയും ചെയ്താൽ അള്ളാഹു നമുക്ക് അഫു നൽകുമെന്നതിൽ തർക്കമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ മുൻ പ്രവാചകന്മാരുടെ കാലത്ത് ഒരാളുടെ കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരിയുടെ സഹീഹിലുമൊക്കെ ഇത് കാണാൻ കഴിയും. എന്താണ്? ഒരാൾ പറയാണ്, മക്കളെ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങൾ എന്നെ കത്തിച്ച് വെണ്ണീറാക്കിക്കൊണ്ട് നിങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോയി വിതരണം. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന് എങ്ങാനും എന്നെ നേർക്കുനേരെ പിടിക്കാൻ കിട്ടിയാല് പടച്ചവൻ എന്നെ അപാരമായ ശിക്ഷ എനിക്ക് നൽകും. അതുകൊണ്ട് അള്ളാഹ്ക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ചുട്ടുകരിച്ച് വെണ്ണീറാക്കി എവിടെങ്കിലും കൊണ്ടുപോയി വിതരണം. ഈ വിശ്വാസം ഒരാളുടെ മനസ്സിലുണ്ടായാൽ അതിന്റെ വിധി എന്താണ്? അദ്ദേഹം കാഫിറാണ്. കാരണം അള്ളാഹുവിന് പുനർജന്മം നടത്താൻ കഴിയില്ല എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദേഹത്തെ അള്ളാഹു പുനർജീവിപ്പിച്ചു. എന്നിട്ട് അള്ളാഹ് ചോദിച്ചു, എന്തിനാണോ നീ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞെന്താ? എനിക്ക് പടച്ചവനെ നിന്നോടുള്ള ഭയം കൊണ്ട് പറഞ്ഞു പോയതാണ്. അവിടെ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഇളവെന്താ? അദ്ദേഹത്തിന്റെ ജഹിലായിരുന്നു. ആ വിവരക്കേട് കാരണമായി അദ്ദേഹം അങ്ങനെ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ തെറ്റുകൾ നമുക്ക് അറിയാതെ അങ്ങനെ സംഭവിച്ചു. ഇപ്പൊ നമുക്കറിയാം, ഒരിക്കലൊരു ഹാജി നമ്മുടെ ഹജ്ജിന് നമ്മോട് കൂടെ വരികയാണ്. ദമാമിൽ നിന്ന് നമ്മുടെ പണ്ഡിതൻ ജബ്ബാർ മദീനി ഉണ്ടായിരുന്നു അന്ന് മീനയിൽ ഹാജിമാരുടെ സംശയ നിവാരണത്തിന്. അവിടെ വെച്ചുകൊണ്ടൊരു ഹാജി ചോദിക്കുകയാണ്, എല്ലാ ശിർക്കും കുഫറും ചെയ്തുകൊണ്ടാണ് എന്റെ പിതാവ് മരണപ്പെട്ടു പോയത്. അദ്ദേഹം ഈ ശിർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ ഹജ്ജിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടുമോന്ന് ചോദിച്ചു. കൃത്യമായിട്ടും അദ്ദേഹം വന്ന് നൽകിയ മറുപടി എന്താണ്? ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയ ആള്, അവർക്ക് കാര്യങ്ങൾ അറിയാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നതിന് അവർക്കൊരു പ്രതിഫലവുമില്ല. നിങ്ങൾ ഇനി ഇവിടുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളം ഒട്ടാകെ തൗഹീദിന്റെ പ്രബോധനം എത്താത്ത ഇടങ്ങളില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഏത് അല്പബുദ്ധിയുള്ള ആളുകൾക്കും അറിയില്ലേ, മരിച്ചു കിടക്കുന്ന ആളോട് ചോദിച്ചാൽ മൂപ്പരെന്തും ചെയ്തു തരും എന്ന വാദം പൊട്ട വാദമാണ് എന്ന്. അതുപോലെ ഈ നാരിയത്ത് സലാത്തിന്റെ കഥ, എന്ത് പ്രശ്നങ്ങളും അള്ള പരിഹരിച്ചു വരുന്ന പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ പച്ചയായി പറഞ്ഞു, എന്ന് അള്ള പച്ചയിൽ പറഞ്ഞു. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാനും പകർത്താനുമുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ പോകുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചതുപോലെ ചെയ്യും. എങ്കിലും ഇന്ന വ്യക്തി നരകത്തിൽ, ഇന്ന വ്യക്തി സ്വർഗത്തിൽ എന്ന് നമുക്ക് ഒരാളെ കുറിച്ചും അങ്ങനെ പറയാൻ എളുപ്പമല്ല. അതിന് കുറെ മവാനീകളും കുറെ ഹുജ്ജത്തുകളും ഒക്കെ വേണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ചുരുക്കി പറയട്ടെ, അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർ തൗബ തേടിയാൽ അവർക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുത്തേക്കാം. അവരുടെ തീരുമാനം പറയാനുള്ള അധികാരം നമുക്കാർക്കുമില്ല. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, മൈക്ക് ആവശ്യമുള്ളവർ മൈക്ക് മുകളിലേക്ക് വരാം. ചോദ്യകർത്താക്കൾ MICR എന്നുള്ള ഐഡിയിലുണ്ട്. അതുപോലെ അൻവർ പകര മൈക്കിലേക്ക് വരാം. സഹോദരന്മാരെ, നിരവധി അഭിപ്രായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ
ഉണ്ടാക്കിയ നാരിയ സ്വലാത്ത് ചൊല്ലിയാൽ ഇത്ര പേരുണ്ട്, അത് ചൊല്ലിയാൽ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലീകൃതമാവും. അതിന് 4444 വട്ടം ചെല്ലണം, അല്ലെങ്കിൽ 100 വട്ടം ചെല്ലണം. ഇതിനൊക്കെയുള്ള പോരിഷകൾ പലതും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ കൊണ്ട് ചെല്ലിപ്പിക്കുകയും ജീവിച്ചുകൊണ്ടിരുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ നടപടികൾ എന്നും എക്കാലത്തും നമ്മൾ എതിർത്തു പോന്നിട്ടുണ്ട്. നാരിയ സ്വലാത്ത് അത് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്ന ഈ മുഖാമുഖത്തിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഈ നാരിയ സ്വലാത്ത് ആരാണ് ഉണ്ടാക്കിയത് അറിയാൻ ആഗ്രഹം. അതുമായി ബന്ധപ്പെട്ട ആൻസർ നമ്മുടെ ഉസ്താദ് അബ്ദുല്ലാസ് അതിന് മറുപടി നൽകുന്നതാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം മൈക്കിൽ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുല്ലാസ് ഉസ്താദില്ലേ? അബ്ദുല്ലാസ് ഉസ്താദ് ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ സഹോദരൻ ചോദിച്ചിരിക്കുന്നത് നാരിയത്ത് സലാത്ത് ആരാണ് ഉണ്ടാക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂൽ ഉണ്ടാക്കിയിട്ടില്ല, റസൂലിന്റെ സഹാബാക്കൾ ഉണ്ടാക്കിയിട്ടില്ല, താബികൾ ഉണ്ടാക്കിയിട്ടില്ല, തബൽ താബികൾ ഉണ്ടാക്കിയിട്ടില്ല. വളരെ പിൽക്കാലക്കാരനായ ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ആള് ആണ് അത് ഉണ്ടാക്കിയത് എന്ന് ആളുകൾ പറയാറുണ്ട്. ഇബ്രാഹിമുൻ നാസി എന്ന് പറഞ്ഞിടത്ത് അത് പിന്നെ പകർത്തി എഴുതിയപ്പോ സാഇന്റെ പുള്ളി പോവുകയും അത് റാ ആയി മാറുകയും ചെയ്തതാണത്രേ. അങ്ങനെയാണ് പറയപ്പെടാറുള്ളത്. അങ്ങനെ ആ നാസി എന്നുള്ളത് നാരിയായി പിന്നെ അതിന് മുസ്ലിംമാര് തെളിവ് പറയൽ തുടങ്ങി. പിന്നെ അതിന് മുസ്ലിയാക്കന്മാര് തെളിവുണ്ടാക്കൽ തുടങ്ങി. അവർക്ക് അങ്ങനെയാണല്ലോ, എന്ത് കിട്ടിയാലും തെളിവാണ്. ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയ സലാത്ത് ആ നാസി എന്ന് എഴുതേണ്ടുന്നതിന് ബദൽ നാരി എന്ന് എഴുതിപ്പോയി. അപ്പൊ പിന്നെന്താ ഇനി നാരി എന്നല്ലേ? അപ്പൊ ഇനി അതിന് നമ്മളത് വജിബായി ഉണ്ടാക്കുക. ഞാനൊരു കാലത്ത് പാതിരമണ്ണയിൽ നടത്തുന്ന സമയത്ത് ഒരു വീട്ടില് നാരിയ സലാത്തിന് പോയി. അവിടെ മദ്രസയിലെ സദർ അധ്യാപകനുണ്ട്. അദ്ദേഹം എന്നെക്കാണ് പ്രായമുള്ള ആളാ. വീട്ടുകാരൻ നാരിയ സലാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചു, അല്ല ഈ നാരിയത്ത് സലാത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. എന്താ നാരിയത്ത് സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ മറുപടി അറിയും? കിതാബിലുണ്ടോ? കിതാബിലുള്ളതാണെങ്കിലല്ലേ എനിക്ക് മറുപടി അറിയാൻ കഴിയുള്ളൂ. ഞാൻ ഉണ്ടാകരുത്. അവസാനം സദറും അതുപോലുള്ള ആളുകളൊക്കെ അവര് മൗലിദ് കിതാബും ഏടും മറ്റൊക്കെ കൊണ്ടിറക്കുന്നവരല്ലേ. മൂപ്പര് മറുപടി പറഞ്ഞ് എന്താണ് ഇതിന് നാരിയത്ത് സലാത്ത് എന്ന് പറയാൻ കാരണം, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും തീയ വിറകിനെ കരിക്കുന്നത് പോലെ ഈ സലാത്ത് ആ വിറകിനെ കരിക്കും. പിന്നെ ആ പ്രയാസത്തിന് കരിച്ചു കളയും. ഏത് പ്രയാസത്തെ ഇത് കരിച്ചു കളയുന്ന അങ്ങനെയാണ് പേര് പറഞ്ഞു നടക്കാറുള്ളത്. പക്ഷെ സലാത്ത് പറയുന്ന എന്താ, ഏത് പ്രയാസത്തെയും റസൂലുള്ള കരിച്ചു കളയുന്ന. ഏത് പ്രയാസത്തെയും റസൂലുള്ള കരിച്ചു കളയുന്ന സലാത്തിൽ പറയാ. ഏത് പ്രയാസത്തെയും ഈ സലാത്ത് കരിച്ചു കളയാതുകൊണ്ട് അതിന് നാരി എന്ന് പേര് വെച്ചത് എന്ന് ഇവരും പറയാ. അപ്പൊ പേര് ഇവർ സ്വന്തം ഇടല. പേര് ഇവരുടെ സ്വന്തം വകയാണ്. എല്ലാം അങ്ങനെ തന്നെ. നിങ്ങൾ അറിയില്ലേ, ഇപ്പൊ മുടിന്റെ കാര്യത്തിൽ നമ്മൾക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്. ഇബ്രാഹിമുൻ നാസി എന്നുള്ളടത്ത് നാരി എന്ന് മാറ്റി എഴുതിയപ്പോ എന്നാ നീ നാരിക്ക് തെളിവുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അല്ലേ. മുടി റസൂലുള്ളാന്റെ മുടി തുമരിൽ നിന്ന് കീപ്പോട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അത് നബിന്റെ മുടി വളരും എന്ന് പറഞ്ഞു. ഇന്ന് മുടി പച്ച കള്ളമാണ്, കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന ഈ മറ്റേ ആര് ജിസാനും മറ്റേ അസേരിനല്ലോ, നസീർ അസേരി.
നസീർ അസേരിയ പറഞ്ഞത് അള്ളാന്റെ റസൂലിന്റെ മുടി നീളും, അള്ളാന്റെ റസൂലിന്റെ മുടി വളരും, നബിന്റെ മുടി പിളരും, നബിന്റെ മുടി ചാടും. അല്ലേ? നമ്മളൊക്കെ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട് പണ്ട് കാലത്ത് കുട്ടികൾ പറയാറുണ്ട്. നസീർ അസേരി ഒരിക്കൽ ഇത് പറഞ്ഞതാ. ജാലിയൻവാലന്റെ അകത്ത് കയറി ഈ കള്ളത്തരം പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് വരെ നസീർ അസേരി നമ്മുടെ നെഞ്ചത്ത് ചവിട്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിന്റെ മുടി വളരും, അള്ളാന്റെ റസൂലിന്റെ മുടി പിളരും, അള്ളാന്റെ റസൂലിന്റെ മുടി നീളില്ല, ആ മുടി ഉറുമ്പരിക്കൂല, ആ മുടി കത്തിച്ചാ കത്തൂല, എന്തൊക്കെ വർത്താനാ പറഞ്ഞിരുന്നത് അല്ലേ? അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ തെളിവ് അവരത് ഉണ്ടാക്കും. ഇപ്പോഴോ തെളിവ് ഉണ്ടാക്കി അവസാനത്തെ ജിസാൻ കരിയാണ്. ഓക്കെ, ഞാൻ മൈക്കരാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നാരിയ സലാത്ത് അതുപോലെയുള്ളതില് ഇനിയിപ്പോ നല്ല മധുരമുള്ള പഴവർഗ്ഗങ്ങളെ പോലുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ പോലും, അതല്ല എരിവും പുളിയും മധുരവുമുള്ള ഓറഞ്ച് പോലെയുള്ള ഇത് ഉണ്ടെങ്കിൽ പോലും ആ സാധനം കൊണ്ടുനടക്കാൻ പറ്റുമോ? ആ സാധനത്തിനുള്ള എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലാൻ പറ്റുമോ? അതോ ഇനി ഇതുപോലെയുള്ള നാറാത്തതുണ്ടോ, നാറിയതുണ്ടോ, എന്താണ് ഇത്? എന്തിനെങ്കിലും പറ്റുമോ ഈ സാധനം? അതാണ് എന്റെ ചോദ്യം. ഞാൻ ആ ചോദ്യം ശരിക്കും കേട്ടില്ല. ഉസ്താദുമാർ ആരെങ്കിലും അത് കേട്ടവരതിന് ആൻസർ ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. മൈക്ക് ഫ്രീ. ഹലോ 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 സോറി സഹോദര, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചു വെച്ചിരിക്കുകയാണ്. അതിന് ഉസ്താദുമാർ മറുപടി പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് മൈക്കിലേക്ക് വരാം. ഞാൻ ആ ചോദ്യം കേട്ടില്ല. കേട്ടവരൊന്ന് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഉസ്താദുമാരാരെങ്കിലും അതൊന്നും കൂടെ അതിന് മറുപടി വരാം. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ? എന്റെ ശബ്ദം കേൾക്കാവല്ലോ? ഓക്കെ. നമ്മുടെ സഹോദരൻ ചോദിച്ചത് നാരിയായ സ്വലാത്ത് അതിന്റെ അവസ്ഥകളെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം തന്നെ വിശദീകരിച്ചതുകൊണ്ട് അതെന്താണെന്ന് പിന്നീട് അദ്ദേഹത്തിനോട് അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അതിനെ സംബന്ധിച്ച് ബോധ്യവാനാണെന്ന് ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. പിന്നെ അതെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. അതിന്റെയും ഉത്തരം ആ ചോദ്യകർത്താവിന്റെ വിശദീകരണത്തിൽ തന്നെ ഉണ്ട് എന്നാണ് ആദ്യമായി ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരാൾ എഴുതിയിരിക്കുന്ന മീൻ പൊതിയാൻ പറ്റും. സഹോദരന്മാരെ, നമുക്ക് എല്ലാം അറിയാവുന്നതുപോലെ തന്നെ നാരിയായ സ്വലാത്ത് എന്നതിന്റെ അസ്ല്, അത് അസ്ലുഹു ബിദ്അ, അത് ബിദ്അത്താണ്. അള്ളാഹു പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തു നബവിയയിലോ നബി ശരീയിലോ ഇങ്ങനെ ഒരു സ്വലാത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഇത് ബിദ്അത്താണ്. പിന്നെ അടിസ്ഥാനപരമായി ഇത് ബിദ്അത്തായിരിക്കെ പിന്നെ ഇത് എന്തിനുപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ച് അതെ, ആ ചോദ്യം വളരെ വ്യക്തമാണ്. ചീഞ്ഞ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ചോദ്യം. അടിസ്ഥാനപരമായി ബിദ്അത്തായ ഒരു കാര്യം പിന്നെ എന്തെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന വിഷയത്തിൽ മതപരമായി അതെന്തിനുപയോഗിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾ തന്നെ അതിന്റെ ഉത്തരം ഏകദേശം വിശദീകരിച്ചതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്.
വിദഅത്തായ ഒരു സംഗതി പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വിനിയോഗിക്കാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. കാരണം വിദഅത്തായ ഒരു വിഷയത്തിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ, അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി നടക്കുമ്പോൾ സുന്നത്തായ പലതും സമൂഹത്തിൽ നിന്നും ഇല്ലാതെയാകും. കാരണം ഒരു ബിദ്അത്ത് നിലവിൽ വരുന്നതോടുകൂടി, പ്രാവർത്തികമാകുന്നതോടുകൂടി സുന്നത്തിന്റെ സ്ഥാനമാണ് വിശ്വാസികളുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതെയാകുന്നത്. അതുകൊണ്ട് സുന്നത്തായത് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഉണ്ടാകേണ്ടത്. ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വളരെ വിദൂരത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകണം. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ധാരാളം ആളുകൾ കൈയുയർത്തി നിൽക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറേ, ഒരു ചോദ്യം കൂടി ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ മൂന്നോ നാലോ കൂടിയ ഐറ്റംസുകളാണ്. ഖുറാഫാത്ത് ഉണ്ടാവാം, തൗഹീദിന്റെ ആളുണ്ടാവാം, എല്ലാം കൂടി ഉള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള നാറിയതും നാറാത്തതൊക്കെ നമ്മളിത് വേണ്ട പറഞ്ഞിട്ട് നമ്മളെ എങ്ങനെ ഒരു വില പ്രയോഗിച്ചോ അല്ലാത്ത രീതിയിലോ ഈ സാധനം അതിന് ചെല്ലുന്നുള്ള രീതിയിൽ അതിനെ എടുത്ത് മാറ്റി വെക്കുന്നതിന്റെ അത്രയും ഒരു ബലപ്രയോഗം അങ്ങനെയുള്ളതിനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. കാരണം ഈ നാറിയതും നാറാത്തതും പോലെ തന്നെ ഏലസും കാര്യങ്ങളും ഇതുപോലെ ശരീരത്തിലും മറ്റുള്ളപ്പോൾ ഇന്ന് തന്നെ ഞാന് ളുഹറിന് പള്ളിയിൽ പോയപ്പോൾ ളുഹർ നമസ്കാരത്തിന് ശേഷം ഒരു പാകിസ്ഥാനിയുടെ കഴുത്തിന് ചരട് കാണുകയും എന്നിട്ട് അദ്ദേഹത്തോട് തരാൻ പറഞ്ഞ പൂർണ്ണ രൂപം ഒന്ന് നോക്കിയപ്പോ അദ്ദേഹം മറ്റേ തോല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഏലസിന്റെ വേറൊരു രീതിയിലുള്ള അത് കഴുത്തിലിട്ടാണ്. അപ്പൊ അത് അൽഹംദുലില്ലാ ആ പള്ളിയിലെ ഇമാമുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഊരിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിന് ചിലപ്പോൾ ഫലപ്രയോഗം വരാം. ഇതുപോലെയുള്ള അവസ്ഥകൾ വരുമ്പോൾ അതിന്റെ ഒരു രീതി എന്തായിരിക്കും? ഉസ്താദ്മാരെ ഒന്ന് വിശദീകരിച്ചു തന്നാൽ എന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നമ്മളുടെ ദഅവത്തിന്റെയും എല്ലാ മൻഹജ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ ബലപ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറ ഫൽയുഗയ്യിറു ബിയദി. ഒരു തെറ്റ് കണ്ടാൽ നിങ്ങളുടെ കൈകൊണ്ട് തടയുക. സാധിക്കുമെങ്കിൽ തടയണം, അത്ര തന്നെ. അപ്പൊ എനിക്ക് നല്ല അനുഭവമുണ്ട്. നമ്മുടെ ജിദ്ദയിലെ മുസ്തഫ എന്ന് പറയുന്ന സഹോദരൻ പള്ളിക്കൽ ബസാർ ആ ഭാഗത്തുള്ള സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു. മുസ്ലിയാര് മയ്യത്ത് മറമാടിയതിനു ശേഷം ആ ഖബറിന്റെ തലക്കും ഭാഗത്താണ് ഇരുന്നു മുസ്ലിയാര്. അങ്ങനെയാണല്ലോ തെൽക്കീൻ ചെല്ലാനേ. അപ്പൊ ഇരുന്ന് പറഞ്ഞാൽ ശരിക്ക് കേൾക്കും, ദ്വാരക്കുമ്പോ നിൽക്കും. നിന്ന് പറഞ്ഞു കൊടുത്താൽ കേൾക്കൂല ശരിക്ക്. നിങ്ങൾ മനസ്സിലാക്കണം. തെൽക്കീൻ ചെല്ലാൻ മൂല്യമാരി ഇരിക്കുന്നുണ്ടാവും നിങ്ങള്. അങ്ങനെ മുസ്ലിയാര് ഇരുന്നു. അപ്പൊ മുസ്തഫ വരും മൂല്യരെ കയ്യിൽ പിടിച്ചിട്ട് എണീറ്റിലേ വിടുന്നതാണ്. ഇന്റെ പാക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. മാഷാ അല്ലാഹ് തബാറക്കല്ലാ. അൽഹംദുലില്ലാ. നമ്മളത് കേട്ട് കണ്ണ് കുളിർന്നു പോയി. ഇല്ലേ? മുസ്ലിയാരെ കയ്യിൽ പിടിച്ചിട്ട് എണീറ്റോളിന്നായിരുന്നു. ഇന്റെ അപ്പാക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നു. ഇല്ലേ? അതൊക്കെ നമുക്ക് കഴിയുന്ന ആളുകൾക്ക് പറ്റും. അതല്ലാതെ ഒരു എന്താ പറയാ കഴിയാത്ത പണിക്ക് ആരും പോവേണ്ടതില്ല. അതിന് സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട് നല്ലവർക്ക് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞിട്ടും കേൾക്കണില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുക. കുറച്ചോനെ എനിക്ക് ഈ തെറ്റിൽ പങ്കില്ല റബ്ബേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. അത്രയേ ഉള്ളൂ. ഈ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ സലാത്ത് മുഴുവൻ മുസ്ലിംമാർക്ക് കാശുണ്ടാക്കാനാണ്. ഇവർക്ക് കാശിനും വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പരിപാടിയാണ് സലാത്തും എല്ലാം. ഇപ്പൊ മുടിന്റെ കാര്യത്തിൽ തന്നെ നിങ്ങള് മുടിന്റെ കാര്യത്തിന് ഈ മൂല്യമാര് പറഞ്ഞതാണ് സഹോദരങ്ങളെ. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ആളുകൾ ചെയ്യുന്നത്. ഈ മുസ്ലിംമാര് പറഞ്ഞ നമ്മളല്ല, നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞല്ലേ ഇവരെന്നെ. ആ ക്ലിപ്പ് അതുപോലെ അഭിസ്ഥാന ക്ലിപ്പില്ലേ അവിടെ അതൊന്നടി ഒന്ന് സ്വല്പം ഒന്ന് കേൾക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ഈ സന്ദർഭത്തിൽ. അസ്സലാമു അലൈക്കും.
അലൈക്കും. കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സ്വാലിഹ് സഖാഫിയും ജിഷാൻ വാഹിയും തമ്മിൽ നടത്തിയ ഒരു ചർച്ചയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കിട്ടും. എന്തായിരുന്നാലും മുസ്ലിയാക്കന്മാർ അവർക്ക് പൈസ ഉണ്ടാക്കാനാണ് ഓരോ കാര്യങ്ങളും തട്ടിക്കൂട്ടുന്നത്. ഓരോതിന്റെയും ഫലായിലുകൾ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ തട്ടിക്കൂട്ടാണ്. ആ ഉത്തരത്താണി അത് റെഡിയാണോ? ഉത്തരത്താണി ഒന്ന് മൈക്കിലേക്ക് വരാം. സാലിഹ് സഖാഫി, പിന്നെ ജിഷാൻ മാഹി, ഏറ്റവും ലേറ്റസ്റ്റ് ക്ലിപ്പ് കുറച്ചു നേരം ഒന്ന് വെക്കാം. അന്ന് KK സാരികൾ വിളിച്ചിരുന്നല്ലേ? എന്നിട്ട് മൂപ്പരെന്നാ ഞാൻ അതിന്റെ ശേഷം കൂടുതൽ മൂപ്പരായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അതിന്റെ പക്ഷെ ഒറ്റ പ്രാവശ്യം സംസാരിച്ചു. എന്താ മൂപ്പര് കാര്യമായിട്ട് ചോദിച്ചേ? മൂപ്പര് ഈ സാധനം വെച്ച് മക്കളും മുമ്പത്തെ അനുഭവങ്ങൾ വെച്ച് ഷെയർ ചെയ്തു. ഞാനെല്ലാം ആഴത്തിലേക്ക് അങ്ങോട്ട് പോയില്ല. സാമ്പത്തിക ഇടപാട് സംബന്ധമായ ചില കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. സാമ്പത്തിക ഇടപാട് സംബന്ധമായ ചില കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. അല്ല ഞാന് പിന്നെ നിങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇല്ലല്ല, പിന്നെ നമ്മളിപ്പോ മൗനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. കാരണം വെച്ചാല് പിന്നെ എങ്ങനെങ്കിലും കാര്യങ്ങൾ പിന്നെ ഒന്ന് ക്ലിയർ ആവണം. നിങ്ങൾ പറഞ്ഞ എനിക്കറിയാം. പക്ഷെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പിന്നെ എനക്കും മുഴുവനും കേടില്ലാത്ത തരത്തിൽ എങ്ങനെങ്കിലും ഒന്ന് ലക്ഷ്യത്തിലെത്താണല്ലോ. അള്ളാഹുലം കുറച്ച് വിജയിപ്പിക്കില്ലെന്ന് എനിക്കറിയില്ല. അതിനുള്ളൊരു ശ്രമം ഞാൻ നടത്തുന്നത്. ഞാൻ അതുകൊണ്ട് ഇനിയിപ്പോ പിന്നെ നിങ്ങൾക്ക് ഇതൊരു കാലഹീലയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 100% ബോധ്യം ഒരു കാര്യമാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്? 100% ബോധ്യമാണ്. 100% ബോധ്യം ഒരു കാര്യമാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. 100% ബോധ്യമാണ്. അത് 100% നിങ്ങൾക്ക് ബോധ്യം ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾ കയ്യിലും തകരുമില്ല. അതും കൂടി അറിയണല്ലോ. തെളിവൊന്നുമില്ല. കാരണം തെളിവാണെങ്കിൽ മദ്യനിഷേധം നിഷേധിക്കും. ഇത് നിഷേധിക്കുമ്പോൾ ഞാനുണ്ടാവും. മനസ്സിലാവും. രണ്ടുപേരും അല്ല പിന്നെ അതായത് പിന്നെ ഇപ്പം ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നേ, അതായത് പിന്നെ സാലിഹിന്റെ ടൈപ്പ് ചെയ്യാൻ കൊടുത്തു. അപ്പോ സാലിഹ് കരുതി അത് മജീദ് മൊയ്ലാരി പിന്നെ മുപ്പത് ഉണ്ടാക്കിയ ഒരു സാധനം ടൈപ്പ് ചെയ്യാൻ തന്നതായിരുന്നു എന്നുള്ള ആ ഒരു പിന്നെ തഫ്സീറിലേക്കാണ് ഇപ്പം ആളുകളെ പോക്ക്. അപ്പൊ ശരിക്കും 100% ഉറപ്പിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലായി. പടച്ചോനെ നിങ്ങൾ പറഞ്ഞോ. സനത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു. അത് മദ്യപേരിയോട് സംസാരിച്ചപ്പോൾ മദ്യപേരി വരുന്നതും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഈ ഷെയർ മുബാറക്കിന്റെ സനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കാർഡികളുടെ സനത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു. അത് മദ്യപേരിയോട് സംസാരിച്ചപ്പോൾ മദ്യപേരി വരുന്നതും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഈ ഷെയർ മുബാറക്കിന്റെ സനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ വെച്ചാൽ മജീദ് മുസ്ലിം നിഷേധിക്കും. ഞാൻ കള്ളനാവും. നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ വെച്ചാൽ മജീദ് മുസ്ലിം നിഷേധിക്കും. ഞാൻ കള്ളനാവും. നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ ഇതിനെന്താക്ക് എനിക്കിതിൽ താല്പര്യമില്ലാത്തത്. ഞാൻ നെഗറ്റീവ് ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ഈ കാര്യത്തില് കാന്തപുരത്തെ തിരുത്തുന്ന കാര്യത്തിൽ ഒരാൾ വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. കാന്തപുരത്തെ തിരുത്തുന്ന കാര്യത്തിൽ ഒരാൾ വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ചിരി കാണാമെന്നല്ലാതെ ഒരെങ്കിലും വ്യാജപരീക്ഷത്തിലോ ഒരിക്കലും ചേർത്തി സംഘടനകൾ പുറത്താക്കുമെന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല.
ഇപ്പൊ നിങ്ങൾ അന്ന് കേൾക്കാൻസാരിയോട് സംസാരിച്ചത് കേൾക്കാൻസാരി ഇത്ര താല്പര്യം നിങ്ങൾ ജിഷാനെ സമാധാനിപ്പിക്കണം തണുപ്പിക്കണം എന്നുള്ള ഒരു സംഭവം മാത്രമേ നമുക്കൊരു ലക്ഷ്യം. ഇല്ല സാറേ, കാരണം നമ്മള് ആളെ എണ്ണയല്ല, നമ്മള് പിന്നെ ഈ ഇത് 100% ഇത് ഹക്കല്ലാന്ന് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ ഇതിൽ തുടരുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായും പിന്നെ ധാരാളം ഒരുപാട് സംഗതികൾ ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വന്ന് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ആളിൽ നിങ്ങൾ ഇപ്പോൾ എ പി ഗ്രൂപ്പിൽ തന്നെയാണെന്നാണ് നിങ്ങൾ ഇപ്പം ഒരു പറയുന്നേ. അല്ല പിന്നെ പിന്നെ ഈ ആരിഫ് ബർക്കാത്തി ഉണ്ടല്ലോ,